പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഇവിടെ രാത്രിയാണ്. ഇടയ്ക്ക് ഈ വൈകിയ വേളയില് നമുക്ക് ഒന്നിച്ച് വീണ്ടും ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുവാൻ കർത്താവ് കൃപേതനായി സ്തോത്രം. വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനവുമായി നിങ്ങളോട് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ മാനവും മഹത്വവും കർത്താവിന് കൊടുക്കുന്നു. കർത്താവിന്റെ വലിയ ദാസൻ ഷാജു പാസ്റ്റർ, കുടുംബം, അവിടെയുള്ള എല്ലാ ലീഡർഷിപ്പ്, കർത്താവിന്റെ ദാസൻ റോബിൻ, അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും ആമേൻ. ഇന്ന് ഈ വൈകിയ വേളയിൽ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എനിക്കിങ്ങനെ പലയിടത്ത് ശുശ്രൂഷിക്കാനൊക്കെയുള്ള അവസരങ്ങൾ ദൈവം ചെറുതായിട്ട് തരുന്നുണ്ട്. എങ്കിലും ഒരു അവിടുത്തെ സഭയുമായിട്ട് എന്തോ ഒരു സ്പിരിറ്റിന്റെ മേഖലയിൽ എനിക്കൊരു വലിയ സ്പിരിറ്റിന്റെ മേഖലയിൽ ഒരു കണക്ഷൻ. കാര്യം നമ്മൾ ഒത്തിരി ദൈവദാസന്മാരെയും ദൈവസഭയും ഒക്കെ കാണുന്നെങ്കിലും എന്തോ ബഥേൽ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ അവിടെ പലരെ അറിയാമെങ്കിലും അതിനെക്കാട്ടിൽ ഉപരിയായിട്ട് ഒരു സ്പിരിറ്റിന്റെ മേഖലയിലുള്ള വലിയ ഒരു ആത്മബന്ധം നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ ഒക്കെ ദൈവം കൃപ തരുന്നു. വീണ്ടും ദൈവസഭയെ ശക്തമായി ആ രാജ്യത്ത് വളർത്തട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രിയ സഹോദരൻ പാടിയതുപോലെ വാഗ്ദത്തത്തിൻ സമയമാണിത്. സമയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഞാൻ ഇന്ന് ഈ പകലില് നിങ്ങളോട് പറയുകയാണ്, ഇത് നിങ്ങളുടെ സമയമാണ്. ആമേൻ. കർത്താവ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് പോലെ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ആമേൻ. ഒരിക്കലും സമയം ഒരു നിമിഷം പോലും കളയാതെ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ കർത്താവ് അവിടെയുള്ള പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസം എന്നോട് ഈ മീറ്റിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതാണ് ഞാൻ ഇന്ന് ഈ സമയത്ത് സംസാരിക്കുന്നത്. ഒരു മെസ്സേജ് അല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള, ആ ബഥേൽ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ദൂതാണ്. അല്ലാതെ നമ്മളൊരു മീറ്റിങ്ങിന് വിളിച്ചു അപ്പോൾ ഒരു മെസ്സേജ് പറയണം എന്നോ, അതിനപ്പുറത്തേക്കുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദൈവവചനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഈ വേദഭാഗം വളരെ പരിചിതമുള്ളതായിരിക്കാം. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോട് കുടുംബങ്ങളോടുള്ള ദൈവിക ആലോചന ഇന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 Kings chapter 3 verse 16 and 17, 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം വാക്യം. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് ഈ വചനത്തെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യാം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, നിന്റെ മക്കളോട് ചേർന്ന് അടിയനും ഈ സമയത്ത് ഒന്നിച്ചായിരിക്കുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ദൈവസഭയെ ഓർത്ത്, കുടുംബങ്ങളെ ഓർത്ത്, അവിടെ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ സന്ധ്യാസമയം ആമേൻ ഹല്ലേലൂയ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വായിച്ച വാക്യത്തിനായി, വചനത്തിനായി സ്തോത്രം. കർത്താവെ, ആ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ സന്ധ്യാസമയം ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കേണ്ടതിനായി ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമായിരിക്കാം ഈ വാക്യം. നിങ്ങൾ നേരത്തെ ആമേൻ ഹല്ലേലൂയ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. ഇവിടെ നമ്മൾ കാണുന്നു, അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ.
നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാലും നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും മറ്റു മൃഗങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ഒരു പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ആമേൻ ദൈവം ഇടപെട്ട ഒരു ദൈവവചന ഭാഗമാണ് ആമേൻ നമ്മൾ വായിച്ചത്. ആമേൻ ആമേൻ ഒരു 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 ദൈവവചന ഭാഗം നമ്മളിവിടെ കാണുന്നത്, കാണാൻ കഴിയാത്ത വഴിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് ഇന്ന് രാത്രിയുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നമുക്ക് കാണാൻ കഴിയത്തില്ല. കാണാൻ കഴിയാത്ത വഴിയില് ഒരു അത്ഭുതം ചെയ്യുകയാണ്. ഈ വചനത്തിന്റെ മുൻപിലോട്ട് ഇതിന്റെ കോണ്ടസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇസ്രയേൽ രാജാവ് വന്നിട്ട് യഹൂദ രാജാവായ യഹോശഫാത്തിനെയും വിളിച്ചുകൊണ്ട്, ഏദോം രാജാവിനെ വിളിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിന് പോകുന്നതാണ് ഇതിന്റെ പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പുതിയ നിയമത്തിന്റെ ആളാണ്, കൂടുതലും പുതിയ നിയമത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. എങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ പുതിയ നിയമത്തിൽ കൂടെ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. പഴയ നിയമം നമുക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ബുദ്ധി ഉപദേശത്തിനും പ്രബോധനത്തിനും പ്രോത്സാഹനത്തിനുമാണ് പ്രധാനമായി പഴയ നിയമം. ദൈവസഭയ്ക്ക് എന്തിനാണ് പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിനും പ്രബോധനത്തിനും പ്രോത്സാഹനത്തിനും ഒക്കെ പഴയ നിയമം നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. അതോർത്തും കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പം നമ്മളിവിടെ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ 19-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ താഴോട്ട് കാണുമ്പോൾ, അങ്ങനെ ഇസ്രയേൽ രാജാവ്, യഹൂദ രാജാവും ഏദോം രാജാവും പുറപ്പെട്ട്, ഒന്ന് വായിക്കുവാരിൽ, നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളും എല്ലാം 9-ാമത്തെ വാക്യം വായിക്കോ. അങ്ങനെ ഇസ്രയേൽ രാജാവ് യഹൂദ രാജാവും ഏദോം രാജാവുമായി പുറപ്പെട്ടു. അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോട് കൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. അപ്പോൾ ഇസ്രയേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പ്രതിസന്ധിയാണ്. അവരുടെ മുൻപിൽ നിൽക്കുകയാണ്. ഒരു പ്രതിസന്ധിയാണ്. സാഹചര്യം മരുഭൂമിയാണ്. മരുഭൂമിയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ആരും സഹായിക്കാൻ കഴിയാത്ത ഒരു മേഖല, ആരും നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഇല്ലാത്ത, ഇത് നിങ്ങളോട് വ്യക്തിപരമായിട്ടും ഇന്ന് രാത്രി സംസാരിക്കും, ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ഒരു പ്രത്യേകമായ സാഹചര്യം, ഒരു പ്രതിസന്ധിയുടെ നടുവില് രാജാക്കന്മാർ ഇവർ നിൽക്കുകയാണ്. 7 ദിവസത്തെ വഴി ഇവർ നടന്നു വന്നപ്പോൾ അല്ലെങ്കിൽ വഴിയിൽ കൂടെ യാത്ര യുദ്ധത്തിന് വേണ്ടി വരികയാണ്. മരുഭൂമിയിൽ അവർക്ക് വെള്ളം കിട്ടുന്നില്ല. അവരുടെ മുൻപിൽ ഒരു പ്രതിസന്ധിയാണ്. ഇവിടെ 3 ആൾക്കാരുണ്ട്. ഒന്ന് ഈ ഇസ്രായേൽ രാജാവാണ്, 2 യഹൂദ രാജാവാണ്. നമുക്ക് ഈ യഹൂദ രാജാവായ യഹോശഫാത്തിനെ നമുക്ക് നല്ല പരിചയമുള്ള ഒരാളാണ്. കാര്യം അദ്ദേഹം ഒരു ദൈവഭക്തനാണ്. അദ്ദേഹം ഒരു ദൈവ പൈതലാണ്, ഒരു ദൈവഭക്തനാണ്, ദൈവത്തിന് ആശ്രയിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇസ്രായേൽ രാജാവും ആ രാജാവിന്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ എന്ന് പറയുന്നത് അത്ര നല്ല ആത്മീകം ഉള്ളതല്ല. ഇസബേലിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള, ആഹാബിന്റെ ഒക്കെ പാരമ്പര്യമുള്ള കുടുംബത്തിനകത്തുനിന്ന് വന്ന ഒരു പാരമ്പര്യമാണ്. അപ്പം ഇവിടെ നോക്കുക, അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിനകത്തുള്ള ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിന്റെ അടുത്ത് വരികയാണ്. ഞാനൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്, നീയൂടെ എൻ്റെ കൂടെ വന്ന് എന്നെ ഒന്ന് സഹായിച്ചാല് ഈ പ്രതിസന്ധിക്കകത്തുനിന്ന് നമുക്ക് പുറത്തു വരുവാൻ കഴിയും. ദൈവമക്കളെ, എപ്പോഴും ഭക്തന്മാര് ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടും ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളും ഭക്തനെ സംബന്ധിച്ച് ആവശ്യമില്ല. എല്ലാവരുടെയും പ്രതിസന്ധിയിലും എല്ലാവരുടെയും പ്രതികൂലത്തിലും എടുത്തു ചാടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഈ ആദ്യത്തെ ആലോചന അവരോടാണ്. എന്തെങ്കിലും കേൾക്കുമ്പോഴേ ഈ എടുത്തു ചാടുക,
ദൈവസഭയ്ക്കകത്ത് എന്തെങ്കിലും കേൾക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുക, പെട്ടെന്ന് എടുത്ത് ചാടുക, പെട്ടെന്ന് അഭിപ്രായം പറയുക, പെട്ടെന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. വേണ്ട. നമ്മൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ച്, ഒരു നിമിഷം ഒന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധി മുട്ടുമടക്കി നിൽക്കുകയാണെങ്കിൽ ഈ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിന്റെ കൂടെ പോയിട്ട് പെട്ടുപോയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. പക്ഷേ ദൈവമാണ് സത്യം പറഞ്ഞാല് ഈ യഹോശാഫാത്ത് കാരണമാണ് ഏദോം രാജാവും ഈ ഇസ്രായേൽ രാജാവും രക്ഷപ്പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ വചനം വായിച്ചു വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഭക്തൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രതിസന്ധി വരും. നാളത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ചിന്തയാണ് നമുക്കുള്ളത്. നാളെ എന്തായിത്തീരും, അല്ലെങ്കിൽ എൻ്റെ ഭാവി എന്തായിത്തീരും, എൻ്റെ തലമുറ എന്തായിത്തീരും, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് നമ്മൾ എന്തായിത്തീരുമെന്നുള്ളൊരു വലിയ ആകുല ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രി പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. ഇവിടെ ഒരു പ്രതിസന്ധി വന്നപ്പം നമ്മൾ ഇത് വായിക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാം അഭിപ്രായം നമുക്ക് അവിടെ കേൾക്കുവാൻ സാധിക്കും. ഇവിടെ നമ്മളിപ്പോ ഈ വാക്യം വായിക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന ഇസ്രായേൽ രാജാവിന്റെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. 10ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവമായിട്ട് ബന്ധമില്ലാത്തവൻ പറയുന്ന ഒരു വാക്കാണ് അയ്യോ. അയ്യോ, അങ്ങനെ സംഭവിച്ചോ? അയ്യോ. ദൈവമക്കളെ, ദൈവിക ദർശനത്തിൽ ദൈവിക നിയോഗത്തിൽ നമ്മൾ സ്റ്റെപ്പ് വെക്കുകയാണ്. പ്രതികൂലത്തിന്റെ നടുവിൽ അയ്യം നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല. കാര്യം പ്രതിസന്ധി നമ്മുടെ മേൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. ഏതു കാര്യത്തിന്റെ മുൻപിലും ഒരു വെല്ലുവിളി ഉണ്ടെന്നുള്ളത് ഇന്ന് രാത്രി ദൈവസഭ മറന്നുപോകില്ല. അത് ദൈവസഭയോടുള്ള ദൂതാണ്. ഏത് സ്റ്റെപ്പ് വെക്കുമ്പോഴും ദൈവസഭ വളരുമ്പോഴും വെല്ലുവിളിയുണ്ട്. വെല്ലുവിളി ഇല്ലെന്നുള്ളതല്ല. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത് വെല്ലുവിളിക്കപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, നമ്മുടെ വെല്ലുവിളികളെയൊക്കെ അത്ഭുതമാക്കി മാറ്റുന്ന, ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു നിലവാരത്തിലേക്ക് കർത്താവിന് കൊണ്ടുപോകാൻ കഴിയും. ഇവിടെ ഈ ഇസ്രായേൽ രാജാവ് പറയുകയാണ്, ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ ഈ മോവാബിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതാണ്. കാര്യം ഈ ദൈവത്തിന്റെ സന്നിധി. അപ്പം ദൈവമായിട്ടൊരു അതിന്റെ അടുത്ത വാക്യം കൂടെ വായിച്ചാലായിരിക്കും നിങ്ങൾക്ക് ഇച്ചൂടെ മനസ്സിലാകുന്നത്. മോവാബിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത്, നാം യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചു. മനസ്സിലായോ? അപ്പൊ 2 പേരുടെ തിങ്കിങ് ആണ് ഇവിടെ. 2 പേര് വ്യത്യസ്തമായി ചിന്തിക്കുക. ഒരു ആത്മീകം ചിന്തിക്കുന്ന രീതിയുണ്ട്, ഒരു ഭൗതികം ചിന്തിക്കുന്ന രീതിയുണ്ട്. പ്രതിസന്ധി അല്ല പ്രശ്നം. പ്രതിസന്ധിയിൽ നമ്മുടെ മനോഭാവമാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഈ യഹോശാഫാത്തിനെ തന്നെ വിളിക്കാൻ തന്നെ കാരണം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോയി ഇത് വെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ ജയിക്കുവാൻ, മോവാബിനെ ജയിക്കാൻ കഴിയത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ യഹോശാഫാത്തിനെ കൂട്ടുപിടിച്ചത്. പക്ഷെ നോക്കിയേ, 2 പേരും ഒരുപോലെ പ്രതിസന്ധി നിൽക്കുക. ഇപ്പൊ നമ്മളെ ഒരാൾ ഒരു കാര്യത്തിന് വിളിച്ചു, നമ്മൾ പെട്ടുപോയെന്ന് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ പറയേണ്ടത്? ഈ ഇസ്രായേൽ രാജാവിനെക്കാട്ടിലും കൂടുതൽ പറയേണ്ടിയ കാര്യം ഇവിടെ യഹോശാഫാത്താണ്. നിന്റെ കൂടെ ഇറങ്ങി ഞാനും പെട്ടുപോയെന്നാ പറയേണ്ടി. പക്ഷെ ഭക്തനെ സംബന്ധിച്ച് നല്ല കോൺഫിഡൻസ് ആണ്. ബദൽ സഭയെ സംബന്ധിച്ച് ഇന്ന് ഈ സന്ധ്യാസമയം എനിക്ക് പറയാനുള്ളത്, നല്ല വെല്ലുവിളിയുടെ മുൻപിൽ ദൈവസഭ നല്ല കോൺഫിഡൻസ് ആയിട്ട്, നല്ല ഉറപ്പുള്ളവരായി, ലീഡർഷിപ്പ് നല്ല ഉറപ്പുള്ളവരായി,
പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവരായി, വെളിപ്പാടുള്ളവരായി, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവ നിയോഗമുള്ള ലീഡർഷിപ്പാണ് ദൈവസഭയ്ക്ക് എപ്പോഴും ആവശ്യം. കഴിവുള്ളവരെ അല്ല ദൈവസഭയ്ക്ക് ആവശ്യം. കാര്യം ലോകത്തിൽ കഴിവ് കാണാം, പക്ഷെങ്കിൽ ലോകത്തിന്റെ നിയമമല്ല, ലോകത്തിന്റെ രീതിയല്ല, ലോകത്തിന്റെ ചിന്തയല്ല, ലോകത്തിന്റെ ദർശനമല്ല ദൈവസഭയ്ക്ക്. ദൈവസഭയ്ക്ക് ദൈവവചനത്തിന്റെ ദർശനമാണ്, ദൈവവചനത്തിനകത്തൂടെ കിട്ടുന്ന വെളിപ്പാടാണ്. ഒരു ദൈവസഭ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ മുൻപോട്ട് പോകണം, എങ്ങനെ ശുശ്രൂഷകൾ മുൻപോട്ട് പോകണം, ഇതെല്ലാം വളരെ വ്യക്തമായി ആമേൻ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിനകത്തൂടെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ ഇവിടെ നോക്കുക. ആമേൻ സത്യം പറഞ്ഞാൽ യഹോശഫാത്താണ് ആമേൻ പറയേണ്ടത്. യഹോശഫാത്ത് ഇസ്രായേൽ രാജാവിനോട് അവിടെ ദേഷ്യപ്പെടേണ്ടതാണ്, തന്റെ പരാതി പറയേണ്ടതാണ്. വെറുതെ ഇരുന്ന് എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഈ മരുഭൂമിയില് ആമേൻ കൊല്ലാനാണോ നിങ്ങൾ എന്നെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കേണ്ട സ്ഥാനത്ത് ആമേൻ മരുഭൂമിയാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും ഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ ഒരു ഭക്തൻ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവശബ്ദം കേൾക്കുക എന്നുള്ളത്. മനസ്സിലായോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രതിസന്ധി വരുമ്പോൾ നീ കാരണമാണ്, ഞാൻ കാരണമാണ്, ആ തീരുമാനം എടുത്തത് ശരിയായില്ല, അതിപ്പോ എടുക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ പറയുക അത് മുമ്പേ എടുക്കേണ്ടതായിരുന്നു. നമ്മൾ പല കാര്യമാണ്, പല അഭിപ്രായങ്ങളാണ്. പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കാതെ സഹോദരന്മാരെ വന്നാട്ടെ നമുക്കൊന്ന് കൈ ഓർത്ത് പിടിച്ച് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാം, അല്ലെ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാം, അല്ലെ ഒരു 2 ദിവസം ഉപവസിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് സമയം ഒരു ലീവ് എടുത്തു വാ ആമേൻ കൈ ഓർത്ത് പിടി. കർത്താവ് അവിടെ ഇറങ്ങും. ദൈവം ആ റൂമിൽ ഇറങ്ങി ആ പ്രതിസന്ധിയുടെ നടുവിൽ, ഞാൻ പറയും പ്രതിസന്ധിയെ ദൈവം അസാധാരണമായ അത്ഭുതമാക്കി മാറ്റും. ഈ ഭക്തന്മാരുടെ മുൻപിലൊക്കെ പ്രതിസന്ധി വന്നിട്ട് ആരും തകർന്നു പോയിട്ടില്ല കേട്ടോ. ആമേൻ. അബ്രഹാമിന്റെ ഒക്കെ ജീവിതം, ഇസാക്കിന്റെ ജീവിതം, യാക്കോബിന്റെ ജീവിതം, ദാവീദിന്റെ ജീവിതം, ആമേൻ, ദാനിയേലിന്റെ ജീവിതം, ജോസഫിന്റെ ജീവിതം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആമേൻ നമ്മുടെ ശിഷ്യന്മാര്, അപ്പോസ്തലന്മാര്, പൗലോസ്, ആമേൻ ആദിമ ദൈവസഭ, സഭ ഫേസ് ചെയ്തിട്ടുണ്ട്. ആമേൻ സഭ ഫേസ് ചെയ്തിട്ടുണ്ട്. ആമേൻ ആമേൻ പ്രതികൂലത്തിന്റെ നടുവിൽ പോയിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ ലീഡറായ പത്രോസിനെ പിടിച്ച് ആമേൻ കാരാഗ്രഹത്തിൽ ഇട്ടിട്ടുണ്ട്. ആമേൻ സഭ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അധികാരം സഭയ്ക്കില്ല. പണമില്ലാത്ത കാലം, തുടക്കകാലം. ആമേൻ സഭ തുടങ്ങിയിട്ട് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. പറയത്തക്ക ആമേൻ ഒന്നുമില്ല. പക്ഷേ അവരുടെ മുൻപിൽ അവർക്കുണ്ടായിരുന്ന ഒരു കൈമുതൽ എന്ന് പറഞ്ഞാൽ അവർ ഒന്നിച്ച് ചേർന്ന് ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ന് ഈ സന്ധ്യാസമയം ആമേൻ ആലലി അഭിപ്രായങ്ങൾ പലത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, സഹോദരന്മാരെ സ്റ്റോപ്പ്. ഇനി നമുക്ക് അഭിപ്രായമല്ല വേണ്ടുന്നത്, ഇനി നമുക്ക് ദൈവ ശബ്ദമാണ് വേണ്ടുന്നത്. ഒരു കുടുംബത്തിനകത്ത് ഒരു പ്രശ്നമുണ്ടായി, ഒരു ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിക്കൊള്ളട്ടെ, ഒരു ശാരീരിക അല്ലെങ്കിൽ ആമേൻ രോഗമായിക്കൊള്ളട്ടെ, ഒരു ജോലിയിൽ ഒരു പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ആമേൻ ആലലിയ നമ്മൾ എന്ത് ചെയ്യണം? ആലലിയ നമ്മൾ ബുദ്ധിയിലല്ല ആത്മാവിൽ പോണം. ദൈവസഭ ആത്മനിയോഗത്തിൽ പോണം. നമ്മുടെ കുടുംബങ്ങൾ ആത്മനിയോഗത്തിൽ പോണം. ആമേൻ ഭക്തന്മാരുടെ വാക്കുകൾക്കും ആമേൻ അതിനകത്തൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഒരു കാര്യമുണ്ട് കേട്ടോ പ്രിയമുള്ളവര്. യഹോശഫാത്ത് ഒരിക്കലും കംപ്ലൈന്റ് പറഞ്ഞില്ല. ഇവിടെ ടെൻഷൻ അടിക്കുന്നതായിട്ട് കാണുന്നില്ല. ആമേൻ ഇവിടെ പെട്ടുപോയതായിട്ട് കാണുന്നില്ല. പക്ഷെ നോക്കുക, ആമേൻ ഇവിടെ ഇസ്രായേൽ രാജാവ് പറയാണ്, ഞാൻ ഇവരെ എല്ലാം വിളിച്ചോണ്ട് വന്നു, ഇവരിവിടെ പെട്ടതുപോലെയാണ്. അപ്പൊ നമ്മളാണ് പറഞ്ഞത്, ശരിയാണ്, നിന്റെ കൂടെ വന്ന് ഞാനും പെട്ടുപോയി എന്നാ തോന്നുന്നതെന്നാ പറയേണ്ടത്. ആമേൻ ഇന്ന് സന്ധ്യാസമയം ഷാജു പാസ്റ്ററുടെ കൂടിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പെട്ടുപോയെന്ന്? പെട്ടുപോയിട്ടില്ല കേട്ടോ. ആമേൻ പെട്ടുപോയി എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് വന്നപ്പോഴാണ് ഓർത്തത് ഇത് ഇത്രയും കഷ്ടപ്പാടാണ്.
ഉത്തരവാദിത്വത്തിലേക്ക് വന്നപ്പോഴാ ആമേൻ ഈ പ്രിവിലേജിന്റെ പുറകിലുണ്ടല്ലോ ആമേൻ ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രിവിലേജ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ ആമേൻ ഇതിന്റെ പുറകിൽ ഉത്തരവാദിത്തങ്ങളാണ്, ഇതിന്റെ പുറകിൽ കഷ്ടപ്പാടുകളാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ പറയരുത് ഞാൻ പെട്ടുപോയി, അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ചോദിക്കുക, കർത്താവാണ് എന്നെ ആക്കിയതെങ്കിൽ, ദൈവമാണ് അപ്പോയിന്റ്മെന്റ് ചെയ്തെങ്കിൽ, ആമേൻ ദൈവസഭയായിരിക്കും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്, അത് ഉയരത്തിലെ അപ്പോയിന്റ്മെന്റ് ആണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. നമ്മൾ പറയേണ്ട ഒരു കാര്യം, ആമേൻ ആരെങ്കിലും കഴിവില്ലാത്തവരുണ്ടെങ്കിൽ, ഞാൻ ഒരു പാസ്റ്ററാണ്, ഒരു 10-18 വർഷമായിട്ട് ഒരു ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പൊ ചിലരെ ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താ കയറി വരുന്ന ദൂത് ഞാൻ പറയാം കേട്ടോ, എനിക്ക് വചനത്തിനപ്പുറത്തേക്ക് കയറി വരുന്ന ദൂത്, ആമേൻ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങളുടെ സീസണാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചാല്, ചില സമയത്ത് ലീഡർഷിപ്പിലേക്ക് നോർമലി പാസ്റ്ററാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഞാൻ ചിലരെ ഇന്നാര് ഇത് ചെയ്യും. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ചില സഹോദരന്മാർ പറയാറുണ്ട്, എൻ്റെ പൊന്നു പാസ്റ്റർ ഈ ആളെ കൊണ്ട് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോ എനിക്കും തോന്നിയിട്ടുണ്ട് നടക്കുമെന്ന്. കാര്യം ദൈവത്തിന്റെ നിയോഗത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, ആമേൻ ദൈവം അത് കൃപ നൽകി നമ്മളെ നടത്തും. നമ്മൾ അങ്ങ് സമർപ്പിച്ചു കൊടുത്താൽ മതി. ഒന്നാമത്തെ കാര്യം, ആമേൻ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ദൈവമക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യവും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇത് ദൈവിക കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രൊഫഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ ആമേൻ നമ്മൾ മിടുക്കരായിരിക്കാം. നമുക്ക് ഇഷ്ടം പോലെ അവാർഡും അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷനും കിട്ടുന്നുണ്ടായിരിക്കാം. ഇത് വേറെ, ഭൗതികമായ ലോകം വേറെ, ആത്മീകമായ ലോകം വേറെ, വ്യത്യസ്തമാണ്. ഇവിടെ നമുക്ക് വേണ്ടുന്നത് പ്രാർത്ഥന, ദൈവകൃപ, വെളിപ്പാട്, അഭിഷേകം, ദൈവവുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം, ദൈവിക സ്നേഹം, ഇതൊക്കെയാണ് വ്യാപരിക്കേണ്ടത്. ഇതിനകത്തൂടെ വെളിപ്പെടുന്ന ദർശനങ്ങളും ആമേൻ ഹല്ലേലൂയ ദൈവിക ശബ്ദങ്ങളും ഒക്കെയാണ് ഭക്തനെ നടത്തുന്നത്. ഭക്തന്മാരെ ഇന്ന് വരെ നടത്തിയതും ഇനിയും നടത്തുന്നതും എല്ലാം ദൈവശബ്ദമാണ്. പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവസഭ, ദൈവമക്കൾ, കുടുംബങ്ങൾ ചോദിക്കണം, ഇന്ന് ഈ സന്ധ്യാസമയം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ വെല്ലുവിളിയുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നിങ്ങൾ വെല്ലുവിളിക്കകത്തൂടെ പോവാണെങ്കിൽ, ഇന്ന് ഈ സന്ധ്യാസമയം പ്രിയമുള്ളവരെ എനിക്ക് പറയാനുള്ളത്, മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തിന്റെ സന്നിധിയിൽ മറുപടിയുണ്ട്. ഇന്ന് ഈ സന്ധ്യാസമയം എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കാര്യം ഈ ഇസ്രായേൽ രാജാവിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ദൈവത്തെ വിട്ടുപോയവരാണ്. ഈ ഇസ്രായേൽ രാജാക്കന്മാരുടെ പാരമ്പര്യം നോക്കിയാൽ ഈ പ്രയോജനപ്പെടേണ്ടതൊന്നും അതിനകത്തില്ലായിരുന്നു. ഇവരെല്ലാം ഈ മനുഷ്യരെ കൊണ്ട് ആമേൻ അന്യദേവയും ബാലും ഇതൊക്കെയായിരുന്നു. കാര്യം അങ്ങനെയുള്ള ഒരു ഉറപ്പില്ലാത്ത ക്രിസ്തീയ ജീവിതം, ദൈവമായിട്ടൊന്നും ആഴത്തിലുള്ളൊരു ബന്ധമില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു ഉറപ്പില്ല, ഒരു വിശ്വാസമില്ല, ഒരു ദർശനമില്ല, പിന്നെ അങ്ങ് ജീവിക്കുക. പക്ഷെ ഇപ്പോഴത്തെ നോക്കിയേ, ആമേൻ രാജാവാണെങ്കിലും അധികാരം ഉണ്ടെങ്കിലും ആമേൻ താൻ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവസഭ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്, സാഹചര്യത്തിലല്ല. സാഹചര്യം നോക്കിയല്ല നമ്മളൊന്നും ചെയ്യേണ്ടത്, ദൈവിക വെളിപ്പാട് ചെയ്യണം. മനസ്സിലായോ? സാഹചര്യം നോക്കി ഓക്കെ ഇവിടെ കൊള്ളാം, അവിടെ കൊള്ളാം, അതാണ് കൊള്ളാം, ഇതെല്ലാം നമ്മുടെ ബുദ്ധിയാണ്. പക്ഷെ നോക്കുക, ആമേൻ ദൈവം തരിശ നിലത്തെ മരുഭൂമിയെ മലർവാടിയാക്കുന്ന ഒരു ദൈവം, അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. നല്ലൊരു കൃഷിത്തോട്ടത്തിൽ നിങ്ങളൊരു 2 ഏക്കർ തോട്ടം മേടിച്ചിട്ട് അതിനകത്ത് കൃഷി ചെയ്തിട്ട് നല്ല ഫലം കിട്ടിയ ആൾക്കാർ പറയും പണ്ടും അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നോക്കി, ഒരു മരുഭൂമി പോലെ കിടക്കുന്ന, ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥലം. ആമേൻ കർത്താവിനെ തന്നെ നോക്കിയിട്ട് ചോദിച്ചു, ആമേൻ നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോന്ന്. കാര്യം ഒരു നന്മയും ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല, ഇന്ന് വരെ ഒരു നന്മയും ഉണ്ടായിട്ടുമില്ല, അവിടുന്ന് നന്മ വന്നതായിട്ട് കേട്ടിട്ടുമില്ല. ഇന്ന് രാത്രി ഈ സന്ധ്യാസമയം ബേഥേൽ ദൈവസഭയോട് പറയുന്നു, ഇങ്ങനെ നന്മ വരാത്ത ആമേൻ പ്രയോജനപ്പെടത്തില്ലെന്ന് പറയുന്ന പട്ടണങ്ങളെ പ്രയോജനപ്പെടുന്ന പട്ടണങ്ങളായി, ഇരുട്ടിനെ വെളിച്ചമാക്കാൻ
ആമേൻ, ഭക്തന്മാർ, അഭിഷേകമുള്ളവർ, അഭിഷേകത്തിന്റെ കാല് ഒരു പട്ടണത്തിന്റെ മേൽ കുത്തുമ്പോൾ ഇന്ന് രാത്രി ആമേൻ അവിടെ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ മേഖലകളൊക്കെ തകരും. ഇന്ന് രാത്രി നമ്മളത് വിശ്വസിക്കണം. നമ്മൾ പ്രതിസന്ധി അല്ല നമ്മൾ കാണുന്നത്. മരുഭൂമിയിൽ നമ്മൾ പട്ടുപോകുമെന്നല്ല പറഞ്ഞത്, നമ്മൾ പെട്ടുപോയെന്നല്ല പറയുന്നത്. ഇവിടുന്ന് എങ്ങനെ ഇനി രക്ഷപ്പെടുമെന്നല്ല. അതിന്റെ നടുവിൽ ആമേൻ പ്രതികൂലങ്ങൾ ഇല്ലെന്നുള്ളതല്ല. ദൈവസഭയ്ക്ക് പ്രതികൂലങ്ങളുണ്ട്. ദൈവസഭ തുടങ്ങുമ്പോൾ പ്രതികൂലങ്ങളുണ്ട്. മുൻപോട്ട് വരുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വേലയല്ല, നമ്മൾ ചെയ്യുന്നത് കർത്താവിന്റെ വേലയാണ്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഒരു കർത്താവുണ്ട് കേട്ടോ. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞതുപോലെ, ഫോറിനാണ്, അദ്ദേഹത്തിന്റെ പേര് മറന്നു, എനിക്കൊന്ന് ജർമ്മൻ മിഷണറിയാന്ന് തോന്നുന്നു. അദ്ദേഹം ഒരിക്കൽ തന്റെ ശിഷ്യനോട് പറഞ്ഞു, യേശു ഒരിക്കലായിട്ട് മരിച്ചു, ഇനി നീ മരിക്കേണ്ട കാര്യമില്ലെന്ന് സഭയ്ക്ക് വേണ്ടി. അപ്പൊ ഇതൊക്കെ ദൈവമാണ് ചെയ്യുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ട് അങ്ങ് ചേർന്ന് നിന്നാ മതി, കർത്താവ് ചെയ്തോളൂ. ആമേൻ. നമുക്ക് കഴിവില്ലേ? നമുക്ക് പറ്റത്തില്ലയോ? നമുക്ക് പറ്റാത്ത കാര്യമാണോ നമ്മൾ ചെയ്യുന്നത്? അങ്ങ് കർത്താവിന്റെ സാന്നിധ്യം അങ്ങ് സമ്മതിച്ചാൽ മതി. കർത്താവെ, എനിക്ക് കഴിവില്ല. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നാണെന്നറിയാമോ? ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പം കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല 1 വർഷത്തേക്കുള്ള നന്മയും അനുഗ്രഹങ്ങളും ആമേൻ ഇവർക്ക് കൊടുക്കണമേ എന്നുള്ളതല്ല. 1 വർഷത്തേക്കുള്ള അന്നന്നത്തേക്കുള്ള ആഹാരം എന്നാ പറഞ്ഞ്, അല്ലെ 1 വർഷത്തേക്കുള്ള ആഹാരം ഇവർക്ക് കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞ അന്നന്നത്തേക്കുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്ത് അത്ഭുതം നമുക്ക് വേണോ അത് ദൈവം ചെയ്യും. എന്ത് വിടുതൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യണോ അത് ദൈവം ചെയ്യും. ആമേൻ. ഇന്ന് ഈ സന്ധ്യാസമയം എത്ര പേര് വിശ്വസിക്കും? അപ്പൊ യെഹോശഫാത്തിന്റെ വാക്കുകളും ആമേൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭക്തന്മാരുടെ വാക്കുകൾ. ദൈവമക്കളെ, ദൈവസഭയ്ക്കകത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാനുണ്ടെന്ന്. ഇത് സഭയായോഗത്തിന്റെ നടുവിൽ പറഞ്ഞ കാര്യമല്ല, ഇത് ആലോചന യോഗത്തിനകത്താണ്. അതിന്റെ കോണ്ടസ്റ്റ് നിങ്ങളൊന്ന് പോയി ആമേൻ. ആരാധനയിൽ മാത്രമല്ല, 4 പേര് കൂടി ഒരു കാര്യം ചിന്തിക്കുമ്പോഴും അതിൻ്റെ നടുവിലും കർത്താവ് ഉണ്ടെന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് എപ്പോഴും ആവശ്യം. കർത്താവിന് നമ്മൾ സഭയ്ക്കകത്ത് സൺഡേയില് 2 or 3 പേര്, ചില സമയത്തൊക്കെ ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ ആള് കുറവാണെങ്കിൽ സഭ ഈ കടന്നു വരുന്ന ദൈവമക്കളെ ഒന്ന് ശക്തിപ്പെടുത്താൻ 2 or 3 പേരുണ്ടെങ്കിലും കർത്താവ് ഇവിടെ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതല്ല ഇതിന്റെ കോണ്ടസ്റ്റ്. കാര്യം ആമേൻ, ചില ആലോചനയും കാര്യങ്ങളും അല്ല ഒരു ബിസിനസ് മീറ്റിംഗ്, ദൈവസഭയുടെ ഒരു ബിസിനസ് മീറ്റിങ്ങിനകത്തും കർത്താവ് അതിൻ്റെ നടുവിലുണ്ടെന്നുള്ള ബോധ്യത്തോടെയാണ് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുകയും തീരുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് പ്രിയമുള്ളവർ അങ്ങനെ ചെയ്യുന്നത്? കാര്യം ഇത് നമ്മുടെ വേലയല്ല, നമ്മളെ ഏൽപ്പിച്ച വേലയാണ്. നിങ്ങൾ ഓർക്കുക, ദൂതന്മാർക്ക് പോലും സുവിശേഷം പറയാനുള്ള പദവിയില്ല. മണ്ണിൽ നിന്നെടുത്ത ബലഹീനരായ ഈ പാവ ശരീരത്തിൽ ജീവിക്കുന്ന നമ്മളെയാണ് ആ ദൗത്യത്തിന് വേണ്ടി സർവശക്തനായ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് രാത്രി ഈ സന്ധ്യാസമയം ദൈവം എന്നെ തെരഞ്ഞെടുത്തല്ലോ, എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നെ വിളിച്ചല്ലോ. ആമേൻ. അത് ആലലിയ പല മിടുക്കന്മാരുണ്ടായിട്ടും പല ആമേൻ കഴിവുള്ളവരുണ്ടായിട്ടും ആമേൻ ഒരിക്കലും ഞാൻ ചിന്തിക്കാത്ത നിലയിൽ ആമേൻ ചിലരെ പല നിലകളിലാണ്, ചിലരെ ശുശ്രൂഷയിലാണ്, ചിലരെ ഈ കർത്താവിനെ അറിയാനും വേണ്ടി വിളിച്ചതാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നെഞ്ചത്തോട്ട് കൈവച്ച് നമ്മൾ എത്ര പേര് കർത്താവേ എന്നെ വിളിച്ചതിനായി സ്തോത്രം. കാര്യം ദൈവം നമ്മളെ വിശ്വസ്തനായി എണ്ണിയത് കൊണ്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. നമുക്ക് നമ്മളിൽ തന്നെ ചിലപ്പോൾ നമ്മളൊരു വിശ്വസ്തനല്ല, എന്തോ ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും കർത്താവിനൊരു കാര്യം അറിയാം, ദൈവം നമ്മളെ കണ്ട ഒരു വിശ്വസ്തതയുണ്ട്. മനസ്സിലായോ? മനുഷ്യര് നോക്കുന്നത് പോലെ അല്ല, ചുറ്റുപാട് നോക്കുന്നത് പോലെ അല്ല. ഹല്ലേലൂയ. നമ്മള് ആമേൻ ഈ ശൗല് ആമേൻ ആടിനെ അല്ലെങ്കിൽ ഈ കഴുതയെ തേടി പോകുമ്പോ ആമേൻ തിരിച്ച് അഭിഷേകവുമായിട്ടൊക്കെ വന്ന് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിച്ച് കഴിയുമ്പോൾ ഒരു പഴഞ്ചൊല്ലായി മാറി, ശൗലുമുണ്ടോ പ്രവാചകഗണത്തിൽ എന്ന് പറഞ്ഞാൽ കീശിന്റെ മകൻ ശൗലുമുണ്ടോ പ്രവാചകണത്തിൽ അന്നത്തെ ഒരു പഴഞ്ചൊല്ലായിരുന്നു. അപ്പം ദൈവത്തിന് ആരെയും തെരഞ്ഞെടുക്കാം.
പുൽപ്പുറങ്ങളിൽ നിന്ന് രാജാവായി ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ദാവീദിന് എപ്പോഴും തൻ്റെ തുടക്കം പറയണമെങ്കിൽ, ആമേൻ, താൻ ആരാന്ന് പറയണമെങ്കിൽ താൻ തുടങ്ങുന്ന ഒരു വാക്ക് പുൽപ്പുറങ്ങളിൽ നിന്ന്. കാര്യം, ഞാൻ വന്നത് രാജാവിന്റെ കുടുംബത്തിനകത്തു നിന്നല്ല, ഞാൻ വന്നത് പുൽപ്പുറങ്ങൾ ഇടയന്റെ കുടുംബത്തിനകത്തുനിന്ന്. ഇന്ന് ആമേൻ ഈ സന്ധ്യാസമയം ഞാൻ പറയട്ടെ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ തലമുറ, നമ്മുടെ യുവതി യുവാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ നാളെ ആരായി തീരുമെന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. അവരൊക്കെ കർത്താവിനാൽ പ്രയോജനപ്പെടണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതിനകത്തുനിന്ന് അപ്പോസ്തലന്മാർ എഴുന്നേൽക്കണം, ഇതിനകത്തുനിന്ന് ഇടയന്മാർ എഴുന്നേൽക്കണം, ഇതിനകത്തുനിന്ന് സുവിശേഷകന്മാർ എഴുന്നേൽക്കണം, ഇതിനകത്തുനിന്ന് ഉപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അവിശ്വസിക്കരുത്. ആമേൻ. ഒരു കാലത്ത് ആമേൻ ഞാൻ ബെന്തിക്കോസിൽ ജനിച്ചു വളർന്നതാണ്, നിങ്ങളൊക്കെ ബെന്തിക്കോസിൽ ജനിച്ചു വളർന്നതായിരിക്കാം. ചർച്ചിന്റെ മുന്നിലൊക്കെ ഇന്നത്തെ പിള്ളേരിരുന്ന് കളിക്കുന്നത് പോലെ നമ്മളൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആമേൻ നമ്മുടെ പദവി മാറി. നമ്മൾ ഇന്ന് ആമേൻ ഒരു കൂട്ടം ജനത്തെ ദൈവകൃപയിലേക്ക് നയിക്കാനും അവർക്ക് ഉപദേശം കൊടുക്കുവാനും ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. അത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്രയും ഒരു ദൂതായിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ രണ്ട് ഭക്തന്മാരല്ല, ഈ ഭക്തൻ. അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ. ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത സംസാരം. ദൈവമക്കളുടെ വായിൽ നിന്ന് വിശ്വാസത്തിന്റെ വാക്ക് വരണം. മനസ്സിലായി? വാക്കിന് ഭയങ്കര പ്രയോജനമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ശമരിയയില് ഭയങ്കര ക്ഷാമം നടക്കുന്ന സമയത്ത് ഈ ഏലിശ ഒരു ദൂത് പറയാണ്, നാളെ ഈ ശമരിയുടെ പടിവാതിൽ ഒരത്ഭുതം നടക്കും. അപ്പൊ ഒരാൾ അപ്പുറത്ത് നിന്ന് പറയുകയാണ്, ആ ഭൃത്യൻ, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും സംഭവിക്കത്തില്ല. അപ്പം അന്നേരം ഏലിശ പറയുന്ന ഒരു കാര്യമുണ്ട്, നാളെ അത് സംഭവിക്കും, നീ കാണത്തില്ല. അത്ഭുതം സംഭവിച്ചപ്പോ എല്ലാരും കൂടെ അവനെ ചവിട്ടിക്കൊന്നു. മനസ്സിലായോ? ഞാൻ എൻ്റെ ഒരു ഭാഷയെ പറഞ്ഞാല് ആമൻ വിടുതൽ പ്രാപിച്ചവനെല്ലാം കൂടെ എന്ത് ചെയ്തു? ഈ നിരാശയുടെ വാക്ക് പറഞ്ഞവനെ അവൻ കണ്ടില്ല. എന്നാ ഞാൻ പലപ്പോഴും ചിന്തിക്കണം, അങ്ങനെ നാം മിണ്ടായിരിക്കണ്ട. എടാ, നമുക്ക് വിശ്വാസമില്ല, നമുക്ക് വിശ്വാസം നിന്നെ പ്രവർത്തി ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ കൊണ്ടൊന്നും കഴിയുന്നുമില്ല, നമ്മളെ കൊണ്ടൊന്നും സാധിക്കുന്നുമില്ല. എന്നാ ചെയ്യുന്നവര് ചെയ്യട്ടെ എന്നുള്ളൊരു ചിന്ത വേണ്ട. മിണ്ടാതിരുന്നാ മതി. സൈലന്റ് ആയിട്ട് ഇരുന്നിരുന്നെങ്കിൽ അവന്റെയും പട്ടിണി മാറിയത്. പക്ഷെ അവൻ പറയുന്നത് എന്നാന്നറിയോ? ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാൽ. കാര്യം നമ്മൾ ദൈവത്തിന്റെ പദവി അങ്ങ് എടുക്കുക. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ആകാശത്തിന്റെ കിളിവാതിൽ എപ്പം തുറക്കുമെന്ന്? ഈ ഭൃത്യന് പറയാൻ പറ്റുമോ? ശുശ്രൂഷകർക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് പറയാൻ പറ്റുമോ? അന്നത്തെ പുരോഹിതന്മാർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കിളിവാതിൽ തുറക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. ആമേൻ. അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യാസമയം ഞാൻ പറയട്ടെ, നമ്മുടെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ ഘനമേറിയതായിരിക്കണം. നമ്മുടെ വാക്കുകളൊക്കെ വിശ്വാസത്തിന്റെ ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം, ആമേൻ, നമുക്ക് ചില കാര്യങ്ങൾ വിവേചിക്കാൻ കഴിയണം. നമ്മുടെ സഭയുടെ ഞാൻ എപ്പോഴും എൻ്റെ ദൈവമക്കളോട് പറയാറുണ്ട്, ഒരു ദൈവദാസൻ ഒരു പുൽപ്പിറ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന വചനത്തിന്റെ ആത്മാവിന്റെ ലെവല് തിരിച്ചറിയണം ഈ താഴെ ഇരിക്കുന്ന വിശ്വാസികൾ. ഒരു ദൈവദാസൻ ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തെ വിവേചിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം. ഞാൻ പറയുന്നതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ആ ദൂത് എത്രത്തോളം ആഴമുള്ളതാണെന്ന് ആത്മാവിൽ വിവേചിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ആമേൻ, അത് നമുക്ക് വലിയ വിശ്വാസമായി വ്യാപരിക്കുക. അപ്പൊ ഇന്ന് ഈ സന്ധ്യാസമയം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇവിടെ പറയണം, അപ്പോൾ ഇസ്രായേൽ രാജാവ് അയ്യോ ഈ 3 അപ്പോൾ ഇസ്രായേൽ രാജാവ് അയ്യോ ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക് തന്നെ നമ്മൾ നോക്കുക. എന്നാൽ യഹോശഫാത്ത്, നാം യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ? കാര്യം അനുഭവം ഉള്ളവനെ അത് പറയാൻ പറ്റും. ഈ അനുഭവം ഇല്ലാത്ത ഒരു ഇസ്രായേൽ രാജാവാണ്. അവന്റെ സഹോദരനും അല്ലെങ്കിൽ അവന്റെ പിതാവിനും അവന്റെ മാതാവിനും ഒന്നും പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് പ്രവാചക ശബ്ദം കേട്ട അനുഭവം ഇവനില്ല. പക്ഷെ യഹോശഫാത്ത് അങ്ങനല്ല.
യഹോശാഫാത്തിന് ദൈവശബ്ദത്തെ പറ്റി തിരിച്ചറിവുണ്ട്. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ദൈവശബ്ദം കേൾക്കണമെന്നുള്ള ഒരു ആത്മീക ബോധമുണ്ട്. ആമേൻ. പ്രതിസന്ധിയുടെ നടുവിൽ ആമേൻ ഒരു പ്രവചന ശബ്ദം കേട്ടാൽ, ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കുവാൻ കഴിവുള്ള ഒരു ദൈവകൃപയുള്ള ഒരാള് ഇപ്പോൾ എൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് വെളിപ്പെട്ടു വരും. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പം ഇവിടെ പരാതിയല്ല യഹോശാഫാത്ത് പറയുന്നത്. ഞാനും പെട്ടുപോയി, നീ എന്നെ വിളിച്ചോണ്ട് വന്നു, പരാതി പറയുകയല്ല. നമുക്കൊത്തിരി പരാതിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരാതി തീരത്തില്ല. കാര്യം നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയാലും തൃപ്തി വരത്തില്ല, അല്ലേ? ഇച്ചിരി വിവേചിക്കുകയാണ്, സോറി. നമുക്ക് എത്ര കിട്ടിയാലും, എത്ര സാലറി കൂടിയാലും നാളെ പാസ്വേഡ് വന്ന് തികയുന്നില്ല. ഭാഷ രണ്ടറ്റം ഒന്ന് കൂട്ടിമുട്ടിക്കാൻ ഇവിടെ പാടുവരികയാണ്. എത്ര സാലറി കൂടിയാലും നമ്മുടെ വാക്ക് ഇതാണ്. അപ്പം ഞാൻ പറയും, നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ കാഴ്ചപ്പാടുകളും ഒക്കെ മാറാൻ സമയമായി. അന്ത്യകാലത്ത് നമ്മൾ നിൽക്കുകയാണ്. ദൈവ മഹത്വം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഒരുമാതിരി നിരാശയോടെ, നമ്മൾ ഒരുമാതിരി ഒരു വിശ്വാസം ഇല്ലാത്ത, ചില സമയത്ത് നമ്മൾ ഒരാളോട് 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളുള്ള വിശ്വാസം കൂടെ പോകും. ഞാൻ ചില ദൈവദാസന്മാരോട് സംസാരിക്കാറുണ്ട്, 1-2 മണിക്കൂർ സംസാരിക്കാറുണ്ട്. വേറെ ഒരു കാര്യവും പറയത്തില്ല. എന്തുകൊണ്ട് വിശേഷം എന്നാ ചോദിക്കുന്നത്. 10 മിനിറ്റ് കഴിയുമ്പോൾ ആത്മീയ കാര്യമാണ്, പിന്നെ വചനമാണ്. അപ്പൊ തമാശയ്ക്ക് പറയാറുണ്ട്, ഇപ്പൊ ഞാനൊരു 5 പ്രസംഗം പ്രസംഗിച്ചെന്ന്. കാര്യം എന്ത് ബലമാണെന്നറിയോ, എന്ത് ശക്തിയാണെന്നറിയോ. നമ്മൾ ജ്ഞാനിയോട് കൂടെ നിന്നാൽ നമ്മൾ ജ്ഞാനിയാവുമെന്നാ ദൈവവചനം പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ആത്മീയമായിട്ട് ഉഴപ്പണമെങ്കിൽ ആത്മീയമായിട്ട് ഉഴപ്പുന്നവരുടെ കൂടെ പോയാൽ മതി. നമുക്ക് ആത്മീയമായിട്ട് നിങ്ങൾക്ക് വളരണമോ, നിങ്ങൾ വളരുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കണം. നിങ്ങൾക്ക് ആരാധിച്ച് ബലപ്പെടണമോ, ആരാധിക്കുന്നതിന്റെ കൂടെ നിൽക്കണം. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് അല്പം കുറവുണ്ടോ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ, പോയി 2 ദിവസം ശരിക്കും പ്രാർത്ഥിക്കുന്നവരുടെ കൂടി ഇരുന്ന് നമ്മളും അവരെ പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. കാര്യം ഇതൊരു പകർച്ചയാണ്. ഇത് ഞാൻ ഇന്ന് രാത്രി ഒരു പകർച്ച ദൈവസഭയ്ക്കകത്ത് ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തും. എന്റെ ദൈവം അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ നിറവും അത് മുഖാന്തരം നമ്മുടെ തലമുറകൾ ദൂതുകളും പ്രവചനങ്ങളും പറയത്തക്ക നിലയിൽ അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ ഒരു ആത്മീക ക്യാമ്പ് പോലുള്ള ഒരു എൻകൗണ്ടറുകൾ നമ്മുടെ തലമുറകൾക്ക് കിട്ടത്തക്ക നിലയിൽ ഉള്ള ദൈവിക പ്രവൃത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ അയക്കാൻ പോവാണ്. അസാധാരണമായ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് രാത്രി ഇടപെടുകയാണ്. ക്യാമ്പല്ല, ക്യാമ്പ് പോലെ, നമ്മുടെ കാത്തിരിപ്പ് യോഗം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ ക്യാമ്പ് കഴിഞ്ഞിട്ട് രാത്രിയിൽ നമ്മൾ ഇരിക്കാറുണ്ട്. പരിശുദ്ധാത്മാവിന് വേണ്ടി അങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവം ദൈവസഭകൾക്ക്, നമ്മുടെ തലമുറയുമായി, നമ്മുടെ യൂത്തുമായി രാത്രി കാലങ്ങളിൽ സമയം നോക്കാതെ ഒരു 2-3 ദിവസം അല്ലെ 1-2 ദിവസം ഒന്ന് മാറിയിരുന്നു, വേറെ ഒന്നുമില്ല. ആരാധനയും പ്രാർത്ഥനയും. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഒരു മാതാവിനും പിതാവിനും മക്കളെ ഉപദേശിക്കുന്നതിന് പരിമിതിയുണ്ട്. എനിക്ക് നിങ്ങളുടെ രാജ്യം അറിയാം. ഞങ്ങൾക്ക് ഇവിടെ പിള്ളേരെ തല്ലാം, വഴക്ക് പറയാം, പണിഷ്മെന്റ് കൊടുക്കാം, ഞങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. നിങ്ങൾക്ക് പരിമിതിയുണ്ട്, നിങ്ങളുടെ നിയമത്തിന് പരിമിതിയുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് പരിമിതിയില്ല. ഏതു മേഖലയും എവിടെയും കയറിച്ചല്ല. നമ്മൾ പറഞ്ഞിട്ട് ശരിയാകാത്തത്, നമ്മൾ ഉപദേശിച്ചിട്ട് ശരിയാകാത്ത മേഖലകൾ പരിശുദ്ധാത്മാവിന് ശരിയാക്കാൻ പറ്റും. ശൗല് സഭയ്ക്ക് തന്നെ വെല്ലുവിളിയായിട്ട് നിൽക്കുമ്പോൾ ഒരു എൻകൗണ്ടർ വന്നതേ ഉള്ളൂ. എൻകൗണ്ടർ വന്ന് വീണപ്പോ ശൗല് ചോദിക്കുന്നത്, കർത്താവേ നീ ആരാണെന്ന്.
മനസ്സിലായോ? നമുക്ക് ഉപദേശിച്ച്, ഞാനൊരു കാര്യം പറയാം, ഒരു ഉപദേശിച്ചിട്ടും ആമേൻ നമ്മൾ പറഞ്ഞിട്ടും ആമേൻ വചനം പറഞ്ഞിട്ടും ശരിയാകാത്ത മേഖല നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ തലമുറയ്ക്ക് ആവശ്യം ജോലിക്കെക്കാട്ടിലുപരി, വിദ്യാഭ്യാസത്തെക്കാട്ടിലുപരി ഒരു എൻകൗണ്ടർ ആണ്. ആ എൻകൗണ്ടർ അവർക്ക് കിട്ടിയാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ടോ, രണ്ട് രീതിയുണ്ട് തലമുറ. ഒന്ന്, നമ്മൾ ശൗമേലിനെ പോലെ അവരെ വളർത്തിയെടുക്കണം. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ദർശനം കാണും. എല്ലാരും അങ്ങനെ ആകണമെന്നില്ല. ഈ ശൗലന്മാരെ പോലെ ചിലതുണ്ട്, എവിടെ പിടിച്ചാലും കിട്ടാത്തത്, മുങ്ങുന്ന ആൾക്കാർ. ആമേ പാസ്റ്റർ വീട്ടിൽ വരുമ്പോ മുങ്ങും, ആരെങ്കിലും ഉപദേശിക്കാൻ വന്നാൽ മുങ്ങും. ആമേ നമുക്ക് അവരെ പിടികിട്ടാത്ത ചിലരുണ്ട്. ഇന്ന് രാത്രി പിടികിട്ടാത്തവരെ പിടിക്കും പരിശുദ്ധാത്മാവ്. നമ്മുടെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവസഭയ്ക്ക് അതിനുള്ള അധികാരമുണ്ട്. ആർക്കും പിടികിട്ടാത്ത, ആർക്കും ഒതുക്കാൻ പറ്റാത്ത, ആര് പറഞ്ഞിട്ടും കേൾക്കാത്ത, ആമേൻ, ഇവൻ സമൂഹത്തിന് തന്നെ ഒരു ബാധ്യതയാകുമോ? ഇവൻ ഞങ്ങൾക്കൊരു അപമാനമായി തീരുമോ? ആമേൻ, ഇവന്റെ ജീവിതം എന്തായി തീരുമെന്ന് ഇന്ന് രാത്രി ചിന്തിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ചിലത് ചെയ്യാൻ പറ്റും. നമ്മൾ വിട്ടുകൊടുക്കുക, നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ നീ ഇറങ്ങണം, നീ തൊടണം, നീ അറസ്റ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവ് ആമേൻ അറസ്റ്റ് ചെയ്യണം. അവരെ തൊടണം, അവരുടെ മേൽ എൻകൗണ്ടർ വെളിപ്പെടണം. ആമേൻ, ഹല്ലേലൂയ. നോക്കിയ ഒരു എൻകൗണ്ടർ വെളിപ്പെട്ടപ്പോൾ ഞാൻ പറയട്ടെ, ആമേൻ, ഏറ്റവും ആമേൻ ആദ്യത്തെ ഉണർവിന്റെ വ്യക്താവെന്ന് പറയുന്നത് യാക്കോബാണ്. ആ കരിവേലകത്തിന് കീഴിൽ സകലതും കുഴിച്ചിട്ട് അവിടാണ് ദൈവവചനത്തിനകത്ത് ആദ്യത്തെ ഒരു ഉണർവ് കാണുന്നത്. ഈ ഉണർവിന് മുമ്പ് ആമേൻ തന്റെ അമ്മാച്ചന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, ആമേൻ ലാബാന്റെ വീട്ടിലെ ഉബായി എന്ന് പറയുന്ന ആ വ്യക്തി ഹോൾസെയിലാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആമേൻ യാക്കോബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ആമേൻ ആ ബേഥേലിൽ വെച്ച് അവിടെ വെളിപ്പെടുക. എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ ശുശ്രൂഷയെ പറ്റി. ആമേൻ, യാക്കോബ് ആരാണെന്ന്, നീ ഉബായിയാന്ന് ഞങ്ങൾക്കറിയാം. ആമേൻ, ദൈവത്തിനറിയാം. അപ്പനെ ചേട്ടനെ കളിപ്പിച്ചിട്ട് പോവുക എന്നും അറിയാം. പക്ഷെ നിന്റെ മേലൊരു വിളിയുണ്ട്. ദൈവമക്കളെ, ഇങ്ങനെയുള്ള വിളിയാണ് നമ്മളെ നിലനിർത്തിയത്. നമ്മുടെ ഭക്തിയോ നമ്മുടെ കയ്യടിയോ നമ്മുടെ ഹല്ലേലൂയോ ഒന്നുമല്ല. നമ്മുടെ മേൽ ദൈവം കാണിച്ച കരുണയും വിളിയിലുമാണ് ഇന്നും നമ്മളെ നിർത്തുന്നത്. കാര്യം അവനോട് പറയുകയാണ്, യാക്കോബിനോട് പറയുകയാണ്, നീ മടങ്ങി വരും. കാര്യം ഇവൻ അവിടെ പോയി പെട്ടുപോകരുത്. കാര്യം ചില എൻകൗണ്ടറുകളും ചില ദർശനങ്ങളും നമ്മുടെ തലമുറയ്ക്ക് കിട്ടിയാൽ നമ്മൾ ഈ ലാഭന്മാരുടെ വീട്ടിൽ പെട്ടുപോകത്തില്ല. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവിടുത്തെ യൂപ്പിനകത്ത് പുറത്ത് ആവശ്യമില്ലാത്ത ആ ബന്ധങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുക. ആമേൻ, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ അറിയിക്കുന്നു. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ, ആമേൻ, നമ്മുടെ യൂത്തിൽ, ഞാൻ ചർച്ചിനകത്തല്ല, ചർച്ചിന് പുറത്ത്, ചർച്ചിനകത്തുള്ളവര് ചർച്ചിന് പുറത്ത് ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ്, പക്ഷെ അവരിപ്പൊ പെട്ടിരിക്കുന്നത് ഒരു ദൈവഹിതമല്ലാത്ത ബന്ധത്തിനകത്താണ്. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. ആമേൻ, ഒരു ദൈവപ്രവൃത്തി ആ മേഖലകളിൽ ആമേൻ ദൈവം ചെയ്യുകയാണ്. റഖമ ഹബിക രഗനദിയ രഗൽ കൗഡ രഗമനഗസി റിഗനദിയ രഗൽ കൗഡ ഭദഗ റിഗൽ കൗഡ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ് ദൈവമക്കളെ. അപ്പം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. അവിടെ ഒരു എൻകൗണ്ടറുകളാണ് നമുക്ക് വെളിപ്പെടേണ്ടത്. ഇവിടെ യഹോശഫാത്ത് പറയുകയാണ്, എന്നാൽ യഹോശഫാത്ത് നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകന്മാർ ആരുമില്ലയോ എന്ന് ചോദിച്ചു. ഇസ്രായേൽ രാജാവിന്റെ ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഷാഫാത്തിന്റെ മകൻ ഏലിശ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ദൈവമക്കളൊന്ന് ചിന്തിച്ചോണം കേട്ടോ. ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത മനുഷ്യൻ. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഇരട്ടി അഭിഷേകം കിട്ടുമെന്ന് അറിഞ്ഞിട്ടല്ല വെള്ളം ഒഴിച്ചു കൊടുത്തത്. നമ്മൾ ഇന്ന് ഇരട്ടി അഭിഷേകം കിട്ടുകയാണെങ്കിൽ പാസ്റ്റർ അടുത്തുനിന്ന് മാറാതെ രണ്ട് കൈക്കും വെള്ളം ഒഴിച്ചു കൊടുക്കും. പക്ഷെ ദൈവം അങ്ങനല്ല, ദൈവം വെളിപ്പെടുത്തത്തില്ല.
ദൈവം ഒരിക്കലും വെളിപ്പെടുത്തത്തില്ല. കാര്യം കൈക്ക് വെള്ളം നമ്മളെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒന്നും കിട്ടത്തില്ല. ഞാൻ ബാത്റൂം കഴുകുന്ന ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞ് ഷാജു പാസ്റ്റർ അവിടെ ബാത്റൂം കഴുകണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ എന്റെ സാഹചര്യം പറഞ്ഞു. അവിടെയുള്ള ലീഡർഷിപ്പിലുള്ളവരെല്ലാം പോയി അങ്ങനല്ല, സെർവന്റുഡ് ലീഡർഷിപ്പാണ്. മനസ്സിലാക്കണം. ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ സെർവന്റുഡ് ലീഡർഷിപ്പാണ്. കാര്യം നമുക്ക് കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനൊന്നും കിട്ടത്തില്ല. നമ്മൾ മൈക്കെല്ലാം സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു പായൊക്കെ ഇട്ട് ചെയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് സമയത്തിന് വന്ന് സ്റ്റേജിലോട്ട് കയറി നമ്മൾ 10 അല്ല 15 അല്ല എത്ര മിനിറ്റ് വേണമെങ്കിലും ആ സ്റ്റേജിൽ നിൽക്കാൻ നമ്മൾക്ക് താല്പര്യം. പക്ഷെ ഞാൻ പറയട്ടെ, ചെറിയ തുടക്കമാണ് അനുഗ്രഹം. ചെറിയ തുടക്കമാണ് ദൈവസഭയ്ക്കും അനുഗ്രഹം. ചെറിയ തുടക്കമാണ് വലിയ ദൈവിക പദ്ധതിയിലേക്ക് പോകുന്നത്. ദൈവം നമ്മളെ നോക്കുന്നത് വിശ്വസ്തതയാണ്. കൈക്ക് വെള്ളം ഒഴിച്ച് എത്രയോ നിങ്ങൾ ചിന്തിക്കുന്നത് ഏലിയാവിന് ഒരു ശിഷ്യനേ ഉള്ളൂ. അല്ല, ഇഷ്ടം പോലെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയില് അല്ലെ ഇന്ന് നിന്റെ ഗുരുവിനെ അല്ലെങ്കിൽ ഏലിയാവിനെ എടുക്കുമെന്ന് പറയുമ്പോ ആമേൻ അവര് കളിയാക്കാണ്. ദേ ഇന്നൂടെ ഉള്ളു പുറകെ നടക്കുന്നത്, ഇന്ന് അവനെ എടുക്കും. പക്ഷെ അവനൊരു കാര്യം മനസ്സിലായി, അഭിഷേകം ഇല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അഭിഷേകം ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കും, ബാങ്ക് ബാലൻസ് ചോദിച്ചാൽ മതിയായിരുന്നു. പ്രവാചകനല്ലേ, ഏതെല്ലാം വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഏതെല്ലാം ആൾക്കാരെ അറിയാം. ആമേൻ. അച്ഛൻ പോകുന്ന അച്ഛന്റെ ഡയറി ഇതാ, അച്ഛന്റെ ബാങ്ക് ബാലൻസ് ഇതാ, അച്ഛന്റെ കയ്യിൽ എന്തോ ഉണ്ട്, അത് താന്ന് ചോദിക്കാതെ കൂട്ടത്തിൽ നടന്നവൻ മനസ്സിലാക്കിയത് ആമേൻ അഭിഷേകമാണ് വലുത്, ദൈവകൃപയാണ് വലുത്. ദൈവകൃപയുടെ മുൻപിൽ ഒന്നും അല്ല. എന്തുകൊണ്ടാണ് ആ തിരിച്ചറിവിലേക്ക് ഏലിശ വന്നെന്നറിയാവോ? ചെറിയ തുടക്കമാണ്. ദൈവമക്കളെ, ഞാന് നിങ്ങളുടെ ചർച്ചിലെ ഒരു പാസ്റ്റർ അല്ലേലും ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, ചെറിയ തുടക്കമാണ് നല്ലത്. വന്നു കഴിയുമ്പോഴേ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കും. പക്ഷെ ഒരു 10 ദിവസം, ഒരു 4 മാസം ഒന്ന് താഴ്മയോടെ താഴെ ഇരുന്നിട്ട് ലീഡർഷിപ്പ് തരുന്ന ഒരു അവസരത്തിന് വേണ്ടി ഞാൻ പറയാം, എൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷ് വർഷിപ്പിന് എൻ്റെ ഒരു സഹ ശുശ്രൂഷകനുണ്ട്. അദ്ദേഹം ഒരു 10-13 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ആദ്യത്തെ ഏതാണ്ട് 5 വർഷം ഒരു കാര്യമില്ലായിരുന്നു, ഒരു ശുശ്രൂഷ നമ്മൾ കൊടുത്തില്ലായിരുന്നു. പക്ഷെ ദൈവം ഒരു പൊസിഷൻ കൊടുത്തപ്പോൾ നേരെ മേളോട്ട് കയറ്റിയാ കൊടുത്തത്. അത് നമ്മൾ ചെയ്തതല്ല, അത് പാസ്റ്റർ ചെയ്തതല്ല, അത് എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ചിന്തയല്ല, അത് ദൈവം തന്നെ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യാസമയം നമ്മൾ ഓർക്കുക, കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇരട്ടി അഭിഷേകം ഉണ്ടാവും. അപ്പൊ താഴോട്ട് നമ്മൾ വായിക്കുകയാണ്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവന്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട്. ആര് പറയുക? യഹോശാഫാത്ത പറയുന്നത്. പേര് പറഞ്ഞപ്പോഴേ ആളിനെ മനസ്സിലായി. കാര്യം നേരത്തെ അനുഭവമുണ്ട്. നമുക്കിങ്ങനെയുള്ള അനുഭവം വേണം. നമ്മൾ ചോദിക്കില്ല ദൂത് എന്തുവാ, പ്രവാചകൻ എന്തോ, പ്രതിസന്ധിയുടെ മന്ദിരാണോ ദൂത് ചോദിക്കുന്നത്. അവിടെ ഇസ്രായേൽ രാജാവ് ഇരിപ്പുണ്ട്, അദ്ദേഹം പെട്ടുപോയെന്നും പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ രാജാവ് ചോദിക്കുകയാണ്, ഇവിടെ ഒരു ദൈവശബ്ദം വേണം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വരികയാണ്. നമുക്കറിയാം ആമേൻ, ഈ ഇസ്രായേൽ രാജാവിനെ കാണുമ്പോൾ ഏലിശായ്ക്ക് അസ്വസ്ഥതയുണ്ടായി. എന്നിട്ട് പറയുകയാണ്, നിന്നെ നോക്കിയല്ല ഞാൻ, പിന്നെ ആരാ? യഹോശാഫാത്തിനെ. അപ്പൊ ഒന്ന്, പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മൾ ഒരു കാര്യം ദൈവത്തെ അന്വേഷിക്കുക. 2, നമ്മുടെ പ്രവൃത്തിയെ ബഹുമാനിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. കാര്യം ഈ യഹോശാഫാത്തിന്റെ പ്രവൃത്തി അതാണ് 14-ാമത്തെ വാക്യം. യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ ആമെ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. ഇസ്രായേൽ രാജാവിനോട് പറയാ, ഈ യഹോശാഫാത്ത് ഉള്ളത് കൊണ്ടാണ് ഞാനൊരു ദൂത് പറയാം. അങ്ങനെ അവിടെ ദൂത് പറയുകയാണ്. നോക്കുക, ഇവിടുത്തെ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ നോക്കുക, 7 ദിവസമായിട്ട് കറങ്ങി നടന്ന് വെള്ളമില്ലാത്ത വെള്ളം കുടിക്കാതെ പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് പ്രവാചകൻ പറയുന്നത് ഇനി കുഴി വെട്ടണോ. നമ്മൾ ആരെങ്കിലും പറഞ്ഞാലും വേറെ പണി നോക്ക്, ഒന്നാമതായി ക്ഷീണിച്ചു. അല്ലാതെ കുഴി വെട്ടാതെ വെള്ളം കിട്ടുമെങ്കിൽ അങ്ങനെ വല്ല പരിപാടി കൊണ്ട് പറയില്ല, കുഴി വെട്ടുക തന്നെ ചെയ്യണം. കാര്യം അവിടെയാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? പ്രതികൂലത്തിന്റെ നടുവിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. ഈ കുഴി വെട്ടുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. കർത്താവിന് അറിയാം നമ്മൾ തളർന്നാ നിൽക്കുന്നതെന്ന്, പക്ഷെ കർത്താവിന് നമ്മുടെ വിശ്വാസം ഒന്ന് അളക്കണം.
മനസ്സിലായി? ഈ കുഴി വെട്ടിയില്ലേലും വെള്ളം കിട്ടും. പക്ഷെ നമ്മളെ കൊണ്ട് ചില സമയത്ത് ഈ കഷ്ടപ്പാടിന്റെ നടുവിലും കുഴി വെട്ടിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ നമുക്കും ഒരു എക്സ്പീരിയൻസ് വേണമെന്നേ. നമ്മളും അതിന്റെ ഒരു ഭാഗമാകണം. നമ്മളും ആ അത്ഭുതത്തിന്റെ ഒരു ഭാഗമാകണം. കർത്താവിന് കൈവച്ച് പ്രാർത്ഥിച്ചില്ലേലും ആൾക്കാർ സൗഖ്യമാകും. ഒരു 4 ദൈവദാസന്മാര് കൈവെക്കുമ്പോൾ സൗഖ്യമാകുന്നത് ആമേൻ ദൈവത്തിന്റെ അത്ഭുതത്തിനകത്ത് നമ്മളെയൊക്കെ ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കാണുന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. അവിടെ എന്തില്ല? മഴയില്ല, ലക്ഷണം വേണ്ട കേട്ടോ. ഒരിടത്തൊരു സഭ തുടങ്ങുമ്പം ഇവിടെ ആട് വരുമോ, അവിടുന്ന് വരുമോ, ഇതൊന്നും നോക്കണ്ട. ലക്ഷണം നോക്കിയേ ഇല്ല. നിങ്ങളോടുള്ള ദൂതിലേക്ക് ഞാൻ വരിക, പെട്ടെന്ന് വരിക. ആമേൻ. ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യണം. വിശ്വാസത്തിൽ കുഴി വെട്ടുക. ക്ഷീണിച്ച് നിൽക്കുകയായിരിക്കും, പക്ഷെ വെട്ടിക്കോണം. കുഴി വെട്ടി നമ്മൾ ശാന്തമായിട്ട് കരയിലോട്ട് ഇരുന്നാൽ മതി. വെള്ളം വരുത്തുന്ന പരിപാടി കർത്താവിന്റെയാണ്. കുഴി വെട്ടുന്നിടം വരെ ഉള്ള കഷ്ടപ്പാടെ നമുക്കുള്ളു പ്രിയമുള്ളവര്. നിറയ്ക്കുന്ന പരിപാടി നമ്മുടെ അല്ല, നിറയ്ക്കുന്നതിന്റെ പരിപാടി ദൈവത്തിന്റെ പരിപാടിയാണ്. കാര്യം ഇതെല്ലാം ഒന്ന് അറേഞ്ച്മെന്റ് ചെയ്യുന്നത് നമുക്ക് വലിയ കഷ്ടപ്പാടാണ്, പക്ഷെ നിറയ്ക്കുന്നത് അവന്റെ പദ്ധതി. അപ്പം എന്താന്ന് ചോദിച്ചാൽ കുഴി കുഴിക്കുക, വിശ്വാസത്തിന്റെ പ്രവൃത്തി. മഴയില്ല, ഒരു ലക്ഷണവും ഇല്ല, കുഴി വെട്ടി. ഇതെങ്ങനെ നിറയും? കാറ്റില്ല, മഴയില്ല, ഇടിയില്ല, ഒന്നുമില്ല. എങ്ങനെ നിറയും? ആമേൻ. ഇവിടെ നോക്കുക. പക്ഷെ എന്താണ് ഇവിടെ കാണുന്നത്? ലക്ഷണമില്ല, പക്ഷെ എന്ത് ചെയ്തു? വെള്ളം നിറഞ്ഞു. ആമേൻ. ദൈവത്തിന്റെ അത്ഭുതം. ഞാൻ പറയട്ടെ, ആരലി നമ്മൾ മുൻപോട്ട് വീണ്ടും കാണുമ്പോൾ ആമേൻ ഞാൻ 1-2 കാര്യങ്ങൾ, സമയമില്ലാത്തതുകൊണ്ട് 1-2 പോയിന്റുകൾ ഞാൻ പറയാം. വിശ്വാസത്തിന്റെ വഴി സ്വർഗത്തിൽ നിന്നാണ്. വിശ്വാസം എന്ന് പറയുന്നത് അനുസരണമാണ്. ആമേൻ. വിശ്വാസം എന്ന് പറയുന്നത് അനുസരണമാണ്. ഇവിടെ ഈ വിശ്വാസത്തിന്റെ പുറകിൽ അവരുടെ വിശ്വാസം അകത്ത് പ്രവാചകൻ ദൂത് പറഞ്ഞപ്പോൾ അവരങ്ങ് വിശ്വസിച്ച് അതങ്ങ് അനുസരിക്കുക ചെയ്തത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ലക്ഷണങ്ങൾ കണ്ടില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കണം കേട്ടോ. മഴ കണ്ടില്ലെങ്കിലും കാറ്റ് കണ്ടില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കണം. പ്രതിസന്ധി വന്നാലും എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? കർത്താവാണ്. ആമേൻ. ഹല്ലേലൂയ. ബാഹ്യമായ അടയാളങ്ങൾ ഒന്നുമില്ലെങ്കിലും, കാറ്റും മഴയും ഒന്നുമില്ലെങ്കിലും ആമേൻ ഹല്ലേലൂയ, ദൈവം നമ്മളെ നടത്തും. ഇന്ന് രാത്രി അവസാനം പറയട്ടെ, ഭയപ്പെട്ട് പിന്തിരിയരുത്, ദൈവത്തിൽ വിശ്വസിക്കുക. എനിക്ക് കുറച്ച് ദൂതൂടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ഈ സന്ധ്യാസമയം ഈ മീറ്റിംഗിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് അറിയിക്കുന്നത്, ആമേൻ, അവർ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റ് കാണത്തില്ല. പ്രതിസന്ധിയുടെ മധ്യത്തിൽ വിശ്വാസത്തിൽ കുഴി വെട്ടിയാൽ മതി, ദൈവം നിറയ്ക്കും. കാറ്റ് കാണത്തില്ല, കാറ്റിനെ നോക്കണ്ട, മഴയെ നോക്കണ്ട, പെയ്യുമോ നിറയുമോ എന്താകും. കാര്യം ദൈവശബ്ദം ക്ലിയർ ആണെങ്കിൽ, ദൈവം പറഞ്ഞതാണെങ്കിൽ, ദൈവ നിയോഗമാണെങ്കിൽ, ബാക്കിയെല്ലാം കർത്താവിന്റെ കയ്യിൽ. എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ സർവശക്തനായ ദൈവം ഇങ്ങനെ ഒരു അവസരം നൽകിയല്ലോ. ദൈവസഭയെയും കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ശക്തമായി ആ രാജ്യത്ത് ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ആമേൻ. ശത്രുവിന്റെ തന്ത്രങ്ങളെ ഒക്കെ ജയിക്കണം കേട്ടോ. ഒരിക്കലും ശത്രുവിന്റെ തന്ത്രങ്ങൾ സഭയ്ക്കകത്ത് കയറാതെ നമ്മൾ അതിനെയെല്ലാം ജയിച്ച് മുന്നേറി. ഇതൊരു സീസണാണ്, ഇത് മഹത്വത്തിന്റെ സീസണാണ്. ആ സീസൺ പിടിച്ചെടുക്കാൻ ദൈവസഭയെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കും. താങ്ക് യു.